ഇന്ദ്രൻ പോകുന്നത് നോക്കി ജാനകിയും അമ്മയും വീടിൻ്റെ അകത്തേക്ക് കയറി. പാറു, അമ്മ കുറച്ചു നേരം കിടക്കട്ടെ. കുറച്ചു കഴിഞ്ഞാൽ കുൽസു വരും. അവൾ വന്ന ഒരു കൈസഹായമാണ്. ആരാ അമ്മേ കുൽസു? അത് ഉമ്മു കുൽസു, ഒരു പാവം പെണ്ണ്. വലിയ കുടുംബമൊക്കെ ആയിരുന്നു പോലും. എന്നിട്ട് എന്തു പറ്റി? അമ്മയും ജാനിയും സംസാരിച്ചുകൊണ്ട് അമ്മയുടെ റൂമിലേക്ക് കയറി. അമ്മ കിടന്നപ്പോൾ തന്നെ ജാനി പോയി കുറച്ച് തൈലം എടുത്തുകൊണ്ട് വന്ന് അമ്മയുടെ കാലിൽ തേച്ചു കൊടുത്തു. അമ്മയുടെ മറുപടിക്കായി കാത്തു. അതവിടെ വെച്ചേക്ക് പാറുവേ, കണ്ണൻ വന്നിട്ട് അവൻ ചെയ്തു തന്നോളും. കാലു വലിച്ച് അമ്മു പറഞ്ഞു. പോടി പെണ്ണെ, നീ ചെയ്തോ? പോരെ ഉണ്ടക്കണ്ണി, ഇങ്ങനെ ഒരു പെണ്ണ്. തന്നെ കൂർപ്പിച്ചു നോക്കുന്ന ജാനിയെ കണ്ട് അമ്മ പറഞ്ഞു. അപ്പോൾ പേടിയൊക്കെ ഉണ്ട്. ആരെ? നിന്നെയോ? അല്ലമ്മേ, എന്നിട്ട് കുൽസുമ്മയ്ക്ക് എന്താ പറ്റിയേ? ഇപ്പം കുടുംബമൊന്നുമില്ലേ? അതൊന്നും പറയണ്ട കുട്ടി, വലിയ കൂട്ടുകുടുംബമായിരുന്നു പോലും. സന്തോഷം മാത്രം നിറഞ്ഞ കുടുംബം. അവിടേക്കൊരു ദിവസം ഒരു ഉസ്താദ് വന്നുപോലും. അന്നൊക്കെ ഈ ഉസ്താദുമാരെന്ന് പറഞ്ഞ പടച്ചോനിറക്കിയ പ്രവാചകന്മാർക്ക് സമമായിരുന്നു. എന്നിട്ട് ജാനി ആകാംക്ഷയോടെ ചോദിച്ചു. എന്നിട്ട് ഉസ്താദ് വന്ന സമയം വീട്ടിൽ പുരുഷന്മാരൊന്നും ഇല്ലായിരുന്നു. അവളും ഉമ്മയും അവളുടെ ഉപ്പയുടെ ഏട്ടന്മാരുടെ ഭാര്യമാരും അനിയന്മാരുടെ ഭാര്യമാരും അവരുടെ മക്കളും മരുമക്കളും കുട്ടികളും പിന്നെ വല്യമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഉസ്താദ് വന്നപ്പോൾ വല്യമ്മ പോയി സംസാരിക്കാൻ. പുറത്തേക്കിറങ്ങാതെ വാതിലിന് മറവിൽ നിന്നും അവർ സംസാരിച്ചത്. ഉസ്താദിന് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ വല്യമ്മ കുൽസുവിനോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. കുൽസുവും വാതിലിന് മറവിൽ നിന്ന് വെള്ളം കൊണ്ടു കൊടുത്തു. കൊടുക്കുന്ന സമയം ആ ഉസ്താദ് അവളുടെ കയ്യിൽ കയറി പിടിച്ചു. അത് കണ്ടുകൊണ്ടാണ് കുൽസുവിൻ്റെ ഉപ്പ കയറി വന്നത്. പിറകെ തന്നെ ഒരു മൂത്താപ്പയും. അവർ ഉസ്താദിനെ തല്ലാൻ വേണ്ടി പോയപ്പോൾ അയാൾ കണ്ണടച്ച് എന്തൊക്കെയോ ചൊല്ലി. അത് കണ്ടപ്പോൾ ഉപ്പയും മൂത്താപ്പയും അവിടെ തന്നെ നിന്നു. അപ്പോഴേക്കും അകത്തു നിന്ന് എല്ലാവരും എത്തിയിരുന്നു. കുൽസുവാണെ പേടിച്ചു വിറച്ചു നിൽക്കുന്നു. പെട്ടെന്ന് അയാൾ കണ്ണു തുറന്ന് അവളുടെ ഉപ്പയെ നോക്കി. അവരാണെങ്കിൽ അയാളെ തന്നെ നോക്കി നിൽക്കുന്നു. പിന്നെ അയാൾ പറഞ്ഞതെല്ലാവരെയും ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു. എന്താ അമ്മേ അത്? അവൾ മച്ചിയാണെന്ന്, അവൾക്ക് ഈ ജന്മം കുട്ടികളെ പ്രസവിക്കാൻ കഴിയില്ല എന്ന് ഒരു പുച്ഛത്തോടെ അമ്മ പറഞ്ഞു. അയ്യോ, എന്നിട്ട് എന്തായി? എന്താവാൻ? അയാളതും പറഞ്ഞ് അയാളുടെ തടി തപ്പി പോകുന്ന പോക്കിൽ അവളുടെ ഉപ്പയിൽ നിന്ന് പൈസയും വാങ്ങിയിട്ടാണ് പോയത്. അന്ന് പിന്നെ ഈ ഡോക്ടറെ കാണിക്കാനുള്ള ഏർപ്പാടൊന്നുമില്ല. ഇതേപോലെ ഉസ്താദുമാരും തങ്ങൾമാരും പറയുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടെ മുതൽ അവളുടെ വേദന തുടങ്ങി. കുടുംബത്തിൽ മച്ചിമാരുണ്ടായ കുടുംബം മുടിയുമെന്നൊക്കെ പറഞ്ഞു അവൾക്ക് വരുന്ന ആലോചനകളൊക്കെ മുടങ്ങി. അയ്യോ, അതെങ്ങനെ? അവളെ പെണ്ണ് കാണാൻ വരുന്നവർ അവളെ കണ്ട് ഇഷ്ടപ്പെട്ടു പോകും, പിന്നെ അത് മുടങ്ങിപ്പോകും. അല്ലെങ്കിൽ പിന്നെ വീട്ടിലെത്താൻ നിൽക്കൂല, അതിനു മുന്നേ തന്നെ അത് മുടങ്ങും. അതെങ്ങനെ? നിനക്കറിയില്ലേ പാറുവേ നമ്മുടെ നാട്ടുകാരെ പറ്റി? അവരുടെ ചെവിയിൽ എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ പറയണ്ടല്ലോ. അന്നും ഇന്നും ഇനിയെന്നും അതങ്ങനെ തന്നെ ആയിരിക്കും. ശരിയാ. എന്നിട്ടെന്തായി? എന്നിട്ടെന്താവാൻ? അവളുടെ കല്യാണം നടക്കാതെ അവൾ അങ്ങനെ നിന്നു. അതിനിടയിൽ വാർദ്ധക്യത്തിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത അവളുടെ വല്യമ്മ പെട്ടെന്ന് മരിച്ചു. അതോടെ എല്ലാവരും അവളെ പഴി പറയാൻ തുടങ്ങി. നാട്ടുകാരുടെ വക നാട്ടുകാരും വീട്ടുകാരുടെ വക അവരും. പിന്നെ കുൽസുമ എങ്ങനെ ഇവിടെ എത്തി? അവൾക്ക് താഴെയുള്ളവരുടെ കല്യാണം വരെ അവൾ കാരണം മുടങ്ങിപ്പോവാൻ തുടങ്ങി. അവളുടെ ബാപ്പയും ഉമ്മയും വരെ അവളെ അകറ്റി. അവൾ അവിടെ ഒരു അധികപ്പറ്റാണെന്ന് തോന്നി അവൾ അവിടെ നിന്നും ഇറങ്ങി. ആരും അവളെ തടഞ്ഞില്ല. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു അവൾ എത്തിയത് കാദ്രിക്കയുടെയും ചിത്തേട്ടൻ്റെയും അടുത്ത്. അവർ കാര്യം അന്വേഷിച്ചപ്പോൾ ആദ്യം അവൾ പറഞ്ഞത് എന്താണെന്നറിയൂ? എനിക്ക് വിശക്കുന്നു, എനിക്ക് കുറച്ച് വെള്ളമെങ്കിലും തരുമോ എന്ന്. അങ്ങനെ അവർ വെള്ളവും ഭക്ഷണവും ഒക്കെ വാങ്ങിക്കൊടുത്തു. അവളുടെ വിശപ്പും ദാഹവും ഒക്കെ മാറിയപ്പോൾ അടുത്തതായി അവൾ ചോദിച്ചത് അവൾക്കൊരു ജോലിയായിരുന്നു. മരിക്കാൻ പേടിയാണ് എനിക്ക്. എൻ്റെ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണത്തിനെങ്കിലും ഒരു ജോലി തരുമോ എന്ന്. കഷ്ടം, എന്തൊരു വിധിയാണ് ഈശ്വര. വിധി. അതിനെ തടുക്കാനിപ്പോൾ ഈശ്വരനല്ലാതെ അവൻ്റെ സൃഷ്ടികൾക്ക് കഴിയില്ലല്ലോ. എന്നിട്ടെന്തായി? പിന്നെ കുൽസുവിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നു അവർ. അവൾ ഇട്ടിരുന്ന കുപ്പായമെല്ലാം മുഷിഞ്ഞിരുന്നു.
അവൾക്കിടാൻ എൻ്റെ സാരിയും കൊടുത്തു. കുളിച്ച് സാരിയൊക്കെ മാറ്റി എൻ്റെ അടുത്ത് വന്നു. ജിത്തേട്ടനും കാതിരിക്കയും കൂടെ അവളെ കിട്ടിയ കാര്യം പറയുകയായിരുന്നു. അവൾ വന്നപ്പോൾ അവളോട് കാര്യം അന്വേഷിച്ചപ്പോഴാണ് അവൾ പറഞ്ഞത് അവളുടെ വിധിയെക്കുറിച്ച്. എന്നിട്ടെന്തെങ്കിലും ജോലി ശരിയാക്കി കൊടുത്തോ അച്ഛൻ? ഇവിടെ തന്നെ എനിക്കൊരു കൈസഹായത്തിന്, അതും ഞാൻ പറഞ്ഞിട്ട്. ആദ്യമൊന്നും സമ്മതിച്ചില്ലായിരുന്നു. പിന്നെ ഞാൻ കുറേ പറഞ്ഞപ്പോൾ സമ്മതിച്ചു. അവൾക്ക് പേടിയായിരുന്നു, അവൾ കാരണം ഈ കുടുംബത്തിന് എന്തെങ്കിലും പറ്റുമോ എന്ന്. അല്ല, അത് കഴിഞ്ഞ് ഉമ്മയുടെ വീട്ടിൽ നിന്നും ആരും അന്വേഷിച്ച് വന്നില്ലേ? ഇല്ല, അവളുടെ ഉമ്മയോ ഉപ്പയോ മരിച്ചിട്ട് വരെ അവരെ ഒന്ന് കാണിക്കാൻ സമ്മതിച്ചില്ല. കഷ്ടം, എന്ത് മനുഷ്യരാണ്! ആ ഉസ്താദ് എന്ന് പറയുന്നയാളെ എൻ്റെ കൈ കിട്ടിയിരുന്നേൽ അയാളെ ജാനി എന്തോ പറയാൻ വന്നതും പുറത്തുനിന്നും വിളി വന്നു. ഭാഗ്യേച്ചി. വന്നല്ലോ ആള് എന്നും പറഞ്ഞ് ജാനിയുടെ കയ്യിൽ പിടിച്ച് ഭാഗ്യ പതിയെ പിന്നാമ്പുറത്തേക്ക് നടന്നു. ആരിത്? മണവാട്ടിയോ? ഇതാണല്ലേ ഭാഗ്യേച്ചി പറയുന്ന പാറൂട്ടി? അതെ, ഇതാണെൻ്റെ പാറുമ്മ. കണ്ണിന് നന്നായി ചേരും അല്ലേ ഭാഗ്യേച്ചി? അതെ. വരൂമ്മ, അവിടെ ഇറയത്തിരിക്കാതെ കയറ്, ഞാൻ ചായ എടുക്കാം. ജാനി പറഞ്ഞതിന് കുൽസു ഒന്ന് മൂളുക മാത്രം ചെയ്തു. ജാനി ചായ എടുക്കാനായി അടുക്കളയിലേക്ക് പോയി. കുൽസുവിൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. അത് ഭാഗ്യ കാണുകയും ചെയ്തു. കാര്യം എന്താണെന്ന് ഭാഗ്യയ്ക്ക് മനസ്സിലായി. കേട്ടോ ഭാഗ്യേച്ചി, എന്നെ വിളിച്ചത് ഉമ്മ എന്ന്. ചിരിച്ചുകൊണ്ട് കണ്ണിൽ വെള്ളം നിറച്ച് കുൽസു പറഞ്ഞു. അതിന് ഭാഗ്യ അവളുടെ മുഖത്തൊന്ന് നോക്കി ചിരിച്ചു കാണിച്ച് കണ്ണ് ചിമ്മി. വാ, ചായ കുടിക്കാം. അവരതും പറഞ്ഞ് ഉള്ളിലേക്ക് കയറിപ്പോയി. രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അടുക്കള നന്നാക്കുവാണ് ജാനിയും കുൽസുവും. ഭാഗ്യയും അവിടെ ഒരു കസേരയിൽ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞില്ലേ കുൽസു? ആ ചേച്ചി, കഴിഞ്ഞു. ഇനി മോള് പോയി കിടന്നോ? ജാനി മൺകൂജയിൽ വെള്ളമെടുത്ത് അമ്മയോടും ഉമ്മയോടും പറഞ്ഞ് കിടക്കാൻ പോയി. നല്ല കുട്ടിയല്ലേ ചേച്ചി? ജാനി പോകുന്നത് നോക്കി നിന്ന് ഭാഗ്യയോടായി കുൽസു പറഞ്ഞു. അതെ, പാവമാണവൾ. കണ്ണൻ സന്തോഷത്തിലല്ലേ ചേച്ചി? ഇതുവരെ കാണാത്ത എന്തോ ഒരു തിളക്കം കാണാം അവൻ്റെ കണ്ണിൽ. രാവിലെ ജാനിയെ നോക്കിയ ഇന്ദ്രൻ്റെ കണ്ണിലെ കുസൃതിയും അതിനു പുറമെ അവൻ്റെ കണ്ണിലെ തിളക്കവും ആലോചിച്ചുകൊണ്ട് ഭാഗ്യ പറഞ്ഞു. പടച്ചോനെ, എൻ്റെ കുട്ടികളുടെ മുഖത്ത് കാണുന്ന ഈ സന്തോഷം എന്നും നിലനിർത്തി കൊടുക്കണേ. മൗനമായി കുൽസു പ്രാർത്ഥിച്ചു. റൂമിൽ കയറിയ ജാനി കണ്ടു എന്തോ എഴുതുന്ന ഇന്ദ്രനെ. കൂജമേശയുടെ മുകളിൽ വെച്ച് നോക്കിയപ്പോൾ കണ്ടു കണക്കെഴുതുകയാണെന്ന്. അവൾ വന്നതറിഞ്ഞു ഒന്നും മിണ്ടാതെ കണക്കെഴുതു തുടർന്നു. ഇതെന്തു പറ്റി? ഒരു മൈൻഡില്ലല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞ് കുറച്ചു നേരം അവിടെ നിന്നു. പിന്നെ ബാത്റൂമിൽ പോയി ഫ്രഷ് ആവാൻ. അവൾ പോകുന്നതും ഇടം കണ്ടിട്ട് നോക്കിയ ഇന്ദ്രൻ്റെ കണ്ണിൽ കുറുമ്പും കുസൃതിയും നിറഞ്ഞു. എടി കള്ളിപ്പാറു, ഉച്ചയ്ക്ക് ഞാൻ വന്നപ്പോൾ നിനക്ക് എന്തായിരുന്നു ഒരു ഡിമാൻഡ്? നീ ഇങ്ങോട്ട് വാടി, ഞാൻ ശരിയാക്കി തരാം. അവൾ പോയ വഴിയെ നോക്കി ഇന്ദ്രൻ മനസ്സിൽ പറഞ്ഞു. അവൻ അവൾക്കായി കാത്തു നിന്നു. ജാനി ബാത്റൂമിൽ നിന്ന് ഫ്രഷായി ഇറങ്ങിയപ്പോൾ കണ്ടു കട്ടിൽ ഒരു വശം ചെരിഞ്ഞു കിടക്കുന്ന ഇന്ദ്രനെ. കണക്കെഴുത്ത് കഴിഞ്ഞ് ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ മാഷേ? ഒരു ചിരിയോടെ ജാനി മനസ്സിൽ പറഞ്ഞു. അവനോടൊപ്പം ആ ബെഡിൽ കയറി കിടന്നു. എൻ്റെ ദേവേട്ടാ, ഒന്ന് നേരെ കിടന്നൂടെ? എന്നാലല്ലേ എനിക്ക് ഈ നെഞ്ചിലെ താരാട്ട് കേട്ട് കിടക്കാൻ കഴിയൂ. വളരെ പതിയെ ജാനി പറഞ്ഞു. അതെ, ഞാൻ റൂമിൽ വന്നപ്പോഴെന്തേ എന്നെ ഒന്ന് മൈൻഡ് ചെയ്യാഞ്ഞേ? എന്തും മിണ്ടാതെ മുഖം വീർപ്പിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞ ആ കവിളിങ്ങ് കടിച്ചെടുക്കാൻ തോന്നി എനിക്ക്. പതുക്കെ പറഞ്ഞുകൊണ്ടവൾ എന്തെന്നുറങ്ങിയെന്ന് ഉറപ്പിക്കാൻ വേണ്ടി അവളുടെ കൈ അവൻ്റെ ചെരിഞ്ഞു കിടക്കുന്ന മുഖത്തിന് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ്റെ മുഖത്ത് തട്ടാത്ത രീതിയിൽ വീശി. പെട്ടെന്നാണ് അവൻ നേരെ കിടന്നത്. അവനെ തട്ടി ഒട്ടിക്കിടന്നിരുന്ന ജാനി പെട്ടെന്ന് അവൻ നേരെ കിടന്നപ്പോൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. പെട്ടെന്നുള്ള വീഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ദ്രൻ എഴുന്നേറ്റ് തന്നെ ഇങ്ങനെ കാണുമ്പോൾ തെറ്റിദ്ധരിച്ച് കാണുമോ എന്നവൾ ഭയന്നു. കണ്ണുകൾ ഇറുക്കെ പൂട്ടി ഒന്നും മിണ്ടാതെ കിടന്നു. കുറച്ചു കഴിഞ്ഞിട്ടും അനക്കമൊന്നും കാണാത്തതുകൊണ്ട് ജാനി പതിയെ തല മാത്രം പൊക്കി ഒറ്റ കണ്ണിറുക്കി മറ്റേ കണ്ണ് തുറന്നു നേറുകണ്ണിട്ട് നോക്കി. ഹൗ സമാധാനായി, ഉറക്കത്തിൽ തന്നെ. ജാനി നെഞ്ചിൽ കൈവച്ച് ആശ്വസിച്ചു. പതിയെ എഴുന്നേൽക്കാൻ നോക്കി. അപ്പോഴാണ് ഇന്ദ്രൻ്റെ കൈ അവളുടെ ചുറ്റിപ്പിടിച്ച് അവളെ ഒന്നുകൂടെ അവനിലേക്ക് അടുപ്പിച്ചത്. അവളുടെ പതുപതുത്ത മാറിടം ഇന്ദ്രൻ്റെ നെഞ്ചിൽ അമർന്നു. അവൾക്ക് ശ്വാസം വിലങ്ങി.
മൂക്കിൻ തുമ്പിലും ചുണ്ടുകൾക്ക് മീതെയും വിയർപ്പ് പൊടിഞ്ഞു. ഇന്ദ്രൻ ഉറക്കത്തിൽ അറിയാതെ സംഭവിച്ചതാകുമെന്ന് ജാനിക്ക് മനസ്സിലായി. അവൾ ഒന്നുകൂടെ അവനിലേക്ക് അമർന്നു. അവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നു. എന്നതേ വേട്ട, ഇതുപോലെയൊന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ ചേർത്ത് നിർത്തുക. അറിയാം, എനിക്ക് ഇത്രയും കാലം വിവാഹം വേണ്ട എന്ന് പറഞ്ഞയാൾ അമ്മയ്ക്കും തൻ്റെ സഹോദരിമാർക്കും തൻ്റെ മകനെ പോലെ കണ്ട് സ്നേഹിക്കുന്ന ഇളയ സഹോദരനു വേണ്ടി സമ്മതിച്ചതാണെന്നും അതെല്ലാം ഞാൻ അംഗീകരിച്ചതുമാണ്. എനിക്ക് നിങ്ങളിലെ ഈ വീട്ടിലെ ഒരു ഭാഗം മാത്രമായാൽ മതിയായിരുന്നു. എനിക്കെന്നും നിങ്ങളെ കണ്ടുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു. ദാ ഇതുപോലെ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞ നിങ്ങളുടെ നെഞ്ചിലെ ചൂട് പറ്റിക്കിടന്നാൽ മതിയായിരുന്നു. പക്ഷേ ജാനി തലപൊന്തി ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. പക്ഷേ ഇന്നെനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല ദേവേട്ട. നിങ്ങളുടെ ഒരു നോട്ടം എനിക്ക് മേൽ വീണാൽ ഞാൻ എന്നെ തന്നെ സ്വയം മറന്നു പോകുന്നു. നിങ്ങളുടെ ഈ നീലസാഗരം ഒളിപ്പിച്ചു വെച്ച ഈ കണ്ണുകളിൽ ഞാൻ എന്നെ നിറച്ചു വെച്ചതായി തോന്നുന്നു. എനിക്കിപ്പോൾ തോന്നുന്നത് എന്താണെന്നറിയോ ദേവേട്ടന്? അവനെ തന്നെ നോക്കി അവൻ അവൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പോലെ തോന്നി അവൾക്ക്. അവൾ ഒന്നുകൂടെ ഉയർന്നു പൊങ്ങി അവൻ്റെ ചുണ്ടിൽ മൃദുവായി ചുംബിച്ചു. ഇറങ്ങി അവൻ്റെ നെഞ്ചിൽ കിടന്നു. ദാ ഇതുപോലെ നിങ്ങളുടെ അതരങ്ങളിൽ തേൻ മതി വരുവോളം നുകരാനും. പിന്നെ അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തുടുത്തു. കുറച്ചു നേരം അവൾ ഒന്നും മിണ്ടാതെ തന്നെ കിടന്നു. പിന്നെ നിങ്ങളാകുന്ന മഴയെ പുൽകാൻ കാത്തിരിക്കുന്ന വേഴാമ്പലാകുന്നു ഞാൻ. പിന്നെ വിയർത്തൊലിച്ച് നിൽക്കുന്ന നിങ്ങളെൻ്റെ മാറിൽ പുൽകി പ്രണയത്തോടെ അത്രയേറെ വാത്സല്യത്തോടെ ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ തോന്നുന്നു. നാണത്തോടെ ജാനി പറഞ്ഞ് ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. നാണത്തോടെ പൂത്തുലഞ്ഞു നിന്നിരുന്ന ജാനി അവൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെയായി. ബെസ്റ്റ്. ഞാനിതിപ്പോൾ ആരോടാ പറയുന്നേ? ഇങ്ങേരൊരു അൺറൊമാൻറ്റിക് മൂരാജിയല്ലേ. ഹിറ്റ്ലർ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, മുരടൻ. ഇന്ദ്രനൊന്ന് കൂർപ്പിച്ച് നോക്കി ജാനി പറഞ്ഞു. അല്ല, ഇതിപ്പോൾ ഇങ്ങേര് ഉറങ്ങിയത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റി. ഉണർന്നു കഴിഞ്ഞ ഇങ്ങേരുടെ മുഖത്ത് നോക്കാൻ തന്നെ ഒരു പേടിയാ. അല്ല, പേടിയല്ല, വേറെന്തോ ഒന്ന്. ആ കണ്ണിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അടിവയറ്റിൽ നിന്ന് മഞ്ഞു വീണ അനുഭൂതിയാ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു, എന്താ പറയുക, എനിക്കറിയില്ല. ജാനി മുഖം പൊത്തി നാണത്തോടെ പറഞ്ഞ് കുറച്ചു നേരം ജാനി ഇന്ദ്രൻ്റെ മുഖത്ത് നോക്കി തന്നെ കിടന്നു. അപ്പോഴും ഇന്ദ്രൻ്റെ ഒരു കൈ ജാനിയുടെ നഗ്നമായ ഇടുപ്പിൽ അമർന്നിരുന്നു. പിന്നെപ്പോഴോ ജാനി നിദ്രയെ പുൽകി. രാവിലെ ജാനി കണ്ണു തുറന്നപ്പോൾ കണ്ടു ഒരു കുഞ്ഞിൻ്റെ ലാഘവത്തോടെ തൻ്റെ മാറിൽ പറ്റിച്ചേർന്നുറങ്ങുന്ന ഇന്ദ്രനെ. അവൾ നിറഞ്ഞ പുഞ്ചിരിയാലെ അവൻ്റെ സമൃദ്ധമായ ഉള്ളു നിറഞ്ഞു നേരിയ ചുരുണ്ട് മുടിയിൽ അവളുടെ നീണ്ട കൈവിരലുകൾ കടത്തി തലോടിക്കൊടുത്തു. പിന്നെ അവൾ ഒന്ന് കുനിഞ്ഞു വന്ന് അവൻ്റെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. ലവ് യു മൈ സ്വീറ്റ് കരളെ. എനിക്ക് നിങ്ങളോട് സ്നേഹമാണ്, കറകളഞ്ഞ സ്നേഹം, ഭ്രാന്തമായ സ്നേഹം. ജാനി മൗനമായി മൊഴിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ മാറിടത്തിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. ജാനി തല താഴ്ത്തി നോക്കിയപ്പോൾ ഒന്നും മനസ്സിലായില്ല. പിന്നെയും എന്തോ നുണയുന്നത് പോലെ തോന്നിയപ്പോൾ തലയൊന്ന് ചെരിച്ചു നോക്കി അവൾ. ഈശ്വര, ഇതെങ്ങനെയാ സംഭവിച്ചേ? അവളുടെ ബ്ലൗസിൻ്റെ മുകളിലെ 2 ഹുക്ക് തുറന്നു കിടക്കുന്നത് കണ്ട് കണ്ണും തള്ളി നിൽക്കുവാണ് ജാനി. അവളുടെ ബ്രായുടെ പകുതി ഭാഗം കാണാം. ബ്രായുടെ ഉള്ളിൽ നിന്നും തെറിച്ചു നിൽക്കുന്ന മാംസഭാഗത്തുള്ള കറുത്ത മറുകിലാണ് ഇന്ദ്രൻ നുണയുന്നത്. അവൻ നുണഞ്ഞപ്പോഴുള്ള നാവിലെ ചൂടും ചുണ്ടിലെ തണുപ്പുമാണ് തനിക്ക് അനുഭവപ്പെട്ടത് എന്നവൾക്ക് മനസ്സിലായി. അവളുടെ ഹൃദയം അനിയന്ത്രിതമായി മിടിക്കാൻ തുടങ്ങി. ആ തണുത്തുറഞ്ഞു നിൽക്കുന്ന കൊച്ചു വെളുപ്പാൻ കാലത്തും അവൾ നന്നായി വിറർത്തു. ജാനി ഒരു പിടച്ചിലോടെ എഴുന്നേൽക്കാൻ നോക്കി. എവിടെ? ഉടുമ്പ് പിടിച്ചതുപോലെ പിടിച്ചിരിക്കുവല്ലേ ചെക്കൻ. അവൾ ഉടുത്തിരുന്ന സാരി രാത്രിയിൽ എപ്പോഴോ അവളുടെ മാറിൽ നിന്ന് നീങ്ങിപ്പോയിരുന്നു. അവളുടെ പുക്കിൾ ചുഴിയും വയറുമൊക്കെ നന്നായി തന്നെ കാണാൻ പറ്റുമായിരുന്നു. അവൾക്കെന്തോ ഇന്ദ്രൻ്റെ മുന്നിൽ ഇങ്ങനെ കിടക്കുമ്പോൾ വല്ലാത്ത പരവേശം തോന്നി. തൊണ്ടയിലെ വെള്ളമൊക്കെ വറ്റി വരണ്ട പോലെ, ആകെ വല്ലാത്തൊരവസ്ഥ. അവൾ ഒന്നുകൂടെ എഴുന്നേൽക്കാൻ നോക്കി. അപ്പോഴത് അവൻ അവളെ അവളുടെ അരയിൽ പിടിച്ച് അവനിലേക്ക് ഒന്നുകൂടെ അടുപ്പിച്ചു കിടത്തി. ഇപ്പോഴവൾ അവന് നേരെയാണ് തിരഞ്ഞു കിടക്കുന്നത്.
അപ്പോഴും അവൻ്റെ ചുണ്ട് അവളിലെ മാറിലെ ആ മറുകിൽ തന്നെയായിരുന്നു. പെട്ടെന്നുള്ള അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ ജാനി ഞെട്ടി ശ്വാസം മേലോട്ട് വലിച്ചു പിടിച്ചു. വയറൊട്ടിച്ചു വെച്ചു. കണ്ണും തള്ളി നിൽക്കുന്നു. ഇനിയും താൻ ഇങ്ങനെ നിന്നാ മരിച്ചു പോകുമെന്ന് തോന്നിയ ജാനി പതിയെ ശ്വാസം വിട്ടു. അപ്പം തന്നെയാണ് ഇന്ദ്രൻ അവളുടെ പിടുത്തം വിട്ടതും. ഇന്ദ്രൻ്റെ കൈ അയഞ്ഞതും ജാനി പിഴഞ്ഞെണീറ്റ് കുളിക്കാനായി ഓടിപ്പോകുന്ന പോക്കിൽ കയ്യിൽ കിട്ടിയ ചുരിദാറും എടുത്തിട്ടാണ് അവൾ ബാത്റൂമിലേക്ക് കയറിയത്. അവൾ ശ്വാസം വലിച്ചു പിടിച്ചത് കണ്ടിട്ടാണ് അവളിലെ പിടുത്തമൊന്ന് അയച്ചത്. അപ്പോഴേക്കും പെണ്ണ് ഓടിപ്പോയില്ലേ. ജാനുമ്മ കുറച്ച് ദിവസം കൂടി ഞാനിങ്ങനെ കട്ട് തിന്നട്ടെ പെണ്ണേ നിന്നെ. ഈ കട്ടു തിന്നുന്നതിന് ഒരു പ്രത്യേക സുഖമാണ്. അപ്പോഴറിയുന്ന പെണ്ണിൻ്റെ ഹൃദയമിടിപ്പിലെ വേഗതയും വിറയലുമൊക്കെ ഉണ്ടല്ലോ. എൻ്റെ ഈശ്വര, പറഞ്ഞറിയിക്കാൻ കഴിയില്ല എൻ്റെ പെണ്ണെ. നീ എന്ന വേഴാമ്പലിലേക്ക് ഒരു ചാറ്റൽ മഴയായി പെയ്തു തുടങ്ങി പേമാരിയായി പെയ്തു തോരാനും ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു പെണ്ണെ. ഇന്ദ്രൻ മൗനമായി പറഞ്ഞ് ജാനിയുടെ തലയിണയിൽ മുഖം പൂഴ്ത്തി. അവളുടെ തലയിൽ നിന്നും വരുന്ന കാച്ചിയ എണ്ണയുടെയും ഷാമ്പുവിൻ്റെയും മണം അവൻ്റെ നാസികയിലേക്ക് വലിച്ചെടുത്തു. ബാത്റൂമിൽ നിന്നും ജാനി കിതപ്പ് നടക്കാൻ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. കഴിഞ്ഞതൊക്കെ ആലോചിച്ചപ്പോൾ അവളുടെ മുഖം ചുവന്നു തൊടുത്തു. ഇപ്പം തൻ്റെ മുഖത്തു നിന്നും ചോര തൊട്ടെടുക്കാമെന്ന് അവൾക്ക് തോന്നി. ഇപ്പോഴും അവളുടെ ആ മാറിൽ അവൻ്റെ നാവിൻ്റെ ചൂടും ചുണ്ടിൻ്റെ തണുപ്പും അവൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ജാനിക്ക് അടിവയറ്റിൽ നിന്നും ഒരു തരിപ്പ് അനുഭവപ്പെട്ടു. അവൾ ഇട്ടിരുന്ന ഡ്രസ്സ് ഊരി മാറ്റി ബാത്റൂമിൽ ഉണ്ടായിരുന്ന കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി. മാറിലായി ഇന്ദ്രൻ പതിപ്പിച്ച അടയാളത്തിൽ അവളൊന്ന് തഴുകി. നാണം കൊണ്ടവൾ മുഖം കുനിച്ചു. ഇതെപ്പോ? തൻ്റെ പൊക്കിൾ ചുഴിയുടെ ഭാഗത്തായി ഒരു ചുവന്ന പാട്, തൻ്റെ മാറിലുള്ളതുപോലെ ഒന്ന്. അപ്പോൾ ഞാൻ അത് സ്വപ്നം കണ്ടതല്ലായിരുന്നു. ജാനി ഇന്നലെ ഉറങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ അവളെ അവൻ്റെ നെഞ്ചിൽ നിന്നും ഇറക്കി കിടക്കുന്നതും അതറിഞ്ഞ ജാനി അവനെ ഒന്ന് നോക്കി ഒന്ന് ചിരിച്ച് ഉയർന്ന അവൻ്റെ ചുണ്ടിലൊന്ന് അമർത്തി മുത്തിയതും പിന്നെ നേരെ കിടന്ന് അപ്പോൾ തന്നെ കണ്ണടഞ്ഞു പോയതും പിന്നെ കുറച്ച് കഴിഞ്ഞതിനു ശേഷം തൻ്റെ ഷോൾഡറിൽ സാരി നീക്കിയിടുന്നതും തൻ്റെ ബ്ലൗസിൻ്റെ ഹുക്ക് അഴിക്കുന്നതും തൻ്റെ മാറിൽ പറ്റിച്ചേർന്നു കിടക്കുന്നതും പിന്നെ ഞാനൊരു കൈ കൊണ്ട് ദേവേട്ടൻ്റെ തലയിൽ തഴുകുന്നതും പിന്നെ എന്നെ നോക്കി എൻ്റെ മാറിൽ നിന്നും ഇഴങ്ങിറങ്ങിയതെൻ്റെ പുക്കുചുഴി നാവ് കൊണ്ട് ചിത്രം വരച്ചതുമൊക്കെ ഒന്ന് ഓർത്തെടുത്തു. ഏയ് ഇല്ല, അത് സ്വപ്നം തന്നെയാണ്, എനിക്കുറപ്പാണ്. പിന്നെ ഇതെങ്ങനെ? ഇനി എന്തെങ്കിലും കടിച്ചതാകുമോ? അതെ, അവ ആലൻമൂട്ടയെ ഊറുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കടിച്ചതാവും. അല്ലാതെ ദേവേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പിന്നെയും കുറച്ചു നേരം കൂടെ അങ്ങനെ തന്നെ നിന്നു ജാനി. പിന്നെ കുളിച്ചിറങ്ങി ഒരു കറുപ്പ് നിറത്തിലുള്ള കുർത്തയും വെള്ള പലാസോ പാൻറ്റുമാണ് ജാനി ധരിച്ചത്. അവൾ ഒരു പുഞ്ചിരിയോടെ വാഷ്റൂമിൽ നിന്ന് റൂമിലേക്ക് പതിയെ ഇറങ്ങി വന്നു.